നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഒടുവിൽ താരിഫിൽ ഒരു ചുവട് പിന്നോട്ട് വെച്ച് ട്രംപ്. റെയർ എർത്തിനും ക്രിട്ടിക്കൽ മിനറൽസിനും തൽക്കാലം നികുതിയില്ലെന്ന് പ്രഖ്യാപനം. ഭാരത് കോക്കിംഗ് കോൾ IPOയുടെ ലിസ്റ്റിംഗ് തീയതി നീട്ടി. ജനുവരി 16 നടക്കേണ്ടിയിരുന്ന ലിസ്റ്റിംഗ് 19 മാറ്റിവെച്ചത്. ആഗോള വിപണിയിൽ സ്വർണം ഇടിവിലേക്ക്. പിന്നിൽ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് മാറ്റമെന്ന റിപ്പോർട്ട്. ട്രംപിനെ കൊല്ലുമെന്ന് ഇറാന്റെ പരസ്യ ഭീഷണി. ഇറാനിലെ കൊലപാതകങ്ങൾ നിലച്ചു. സൈനിക നീക്കമില്ലെന്ന സൂചനയുമായി ട്രംപ്. ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ വിപണി കടുത്ത പ്രതിസന്ധിയിൽ. ഡിമാൻഡ് കുറഞ്ഞതും വില വർദ്ധിക്കുന്നതുമാണ് സ്മാർട്ട് ഫോൺ വിപണിയെ തളർത്തുന്നത്. വാർത്തകൾ വിശദമായി. ഒടുവിൽ താരിഫിൽ ഒരു ചുവട് പിന്നോട്ട് വെച്ച് ട്രംപ്. റെയർ എർത്തിനും ക്രിട്ടിക്കൽ മിനറൽസിനും തൽക്കാലം നികുതിയില്ലെന്ന് പ്രഖ്യാപനം. എല്ലാ ഇറക്കുമതികൾക്കും കനത്ത നികുതി ഏൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇപ്പോൾ ചില നിർണായക വസ്തുക്കളെ ആ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ലിഥിയം അടക്കമുള്ള ക്രിട്ടിക്കൽ മിനറൽസിന് തൽക്കാലം നികുതിയില്ല. അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറയെയും സുരക്ഷയെയും ബാധിക്കുന്ന 54 ധാതുക്കളുടെ പട്ടികയിൽ പകുതിയിലധികവും നിയന്ത്രിക്കുന്നത് ചൈനയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ, സ്മാർട്ട് ഫോണുകൾ, അത്യാധുനിക ആയുധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് ഈ ധാതുക്കൾ. ഇവയ്ക്ക് നികുതി ഏർപ്പെടുത്തിയാൽ അത് അമേരിക്കൻ കമ്പനികൾക്ക് തന്നെ തിരിച്ചടിയാകും. ഈ തിരിച്ചറിവാണ് ട്രംപിന്റെ നീക്കത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. കേവലം നികുതി ഒഴിവാക്കുക മാത്രമല്ല, വിദേശ ഖനന കമ്പനികൾക്ക് ആത്മവിശ്വാസം നൽകാൻ പ്രൈസ് ഫ്ലോർ അഥവാ കുറഞ്ഞ വില നിശ്ചയിക്കുന്ന കാര്യവും ട്രംപ് പരിഗണിക്കുന്നുണ്ട്. ചൈന വില കുറച്ച് വിപണി പിടിക്കുന്നത് തടയാൻ ഇത് സഹായിക്കും. എന്നാൽ ഈ ചർച്ചകൾ പരാജയപ്പെട്ടാൽ മിനിമം ഇമ്പോർട്ട് പ്രൈസ് പോലുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു സൂചനയാണ്. ക്രിട്ടിക്കൽ മിനറൽസ് പ്രോസസ്സിംഗിൽ ചൈനയ്ക്കുള്ള ആധിപത്യം തകർക്കാൻ അമേരിക്ക പുതിയ പങ്കാളികളെ തേടുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലെ ഖനന കമ്പനികളുടെയും ലിഥിയം വിപണിയുടെയും കുതിപ്പിന് കാരണമാകും. ചുരുക്കത്തിൽ, ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിൽ ട്രംപ് തന്റെ ഏറ്റവും വലിയ ദൗർബല്യം തിരിച്ചറിഞ്ഞെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭാരത് കോക്കിംഗ് കോൾ IPOയുടെ ലിസ്റ്റിംഗ് തീയതി നീട്ടി. ജനുവരി 16 നടക്കേണ്ടിയിരുന്ന ലിസ്റ്റിംഗ് 19 മാറ്റിവെച്ചത്. സ്റ്റോക്ക് മാർക്കറ്റിൽ തരംഗം സൃഷ്ടിച്ച ഭാരത് കോക്കിംഗ് കോളിന്റെ ലിസ്റ്റിംഗ് നീട്ടിവെച്ചതിനു പിന്നിൽ കമ്പനിയുടെ കുഴപ്പങ്ങളല്ല, മറിച്ച് മുംബൈയിലെ ഭരണപരമായ തീരുമാനങ്ങളാണ്. ജനുവരി 15 മഹാരാഷ്ട്രയിൽ നടക്കുന്ന BMC തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് അവധിയായതാണ് ലിസ്റ്റിംഗ് വൈകാൻ പ്രധാന കാരണം. ഇത് ക്ലിയറിംഗ്, സെറ്റിൽമെന്റ് പ്രക്രിയകളെ ബാധിക്കും. ഇതിനാലാണ് ലിസ്റ്റിംഗ് ജനുവരി 19 തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചത്. ഭാരത് കോക്കിംഗ് കോൾ IPO ചരിത്ര വിജയമാണെന്നാണ് വിപണി വിലയിരുത്തൽ. 143 ഇരട്ടിയിലധികം സബ്സ്ക്രിപ്ഷനാണ് ഈ IPO നേടിയത്. ഏകദേശം 1.17 ലക്ഷം കോടി രൂപയുടെ ബിഡുകളാണ് ഈ 1071 കോടിയുടെ IPOയ്ക്ക് ലഭിച്ചത്. 90 ലക്ഷത്തിലധികം അപേക്ഷകരുമായി ഒരു പൊതുമേഖലാ സ്ഥാപനം നേടുന്ന ഏറ്റവും വലിയ മുന്നേറ്റമാണിത്. ഓഹരി വിപണിയിൽ ഇപ്പോൾ 60% ലാഭമാണ് ഗ്രേ മാർക്കറ്റ് പ്രവചിക്കുന്നത്. അതായത് 23 രൂപയുടെ ഷെയർ 37 രൂപയ്ക്കടുത്ത് ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ കോക്കിംഗ് കോൾ ഉൽപാദനത്തിന്റെ 58% നിയന്ത്രിക്കുന്ന BCCL ഉരുക്ക് വ്യവസായത്തിന് ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ ഈ കമ്പനിയുടെ പ്രാധാന്യം ഇരട്ടിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള വിപണിയിൽ സ്വർണം ഇടിവിലേക്ക്. പിന്നിൽ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് മാറ്റമെന്ന് റിപ്പോർട്ട്. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഇന്ന് 0.6%, വെള്ളിവില 5% ഇടിഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫെഡ് റിസർവ് ചെയർമാൻ ജെറോം പവലിനെതിരെയുള്ള തന്റെ കടുത്ത നിലപാട് തൽക്കാലം ഒന്ന് മയപ്പെടുത്തിയതാണ് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിനുള്ള ഡിമാൻഡ് കുറയാൻ കാരണമായത്. സ്പോട്ട് ഗോൾഡ് വില ഔൺസിന് $4,594 താഴ്ന്നു. അതേസമയം ഈ വിലയിടിവ് താൽക്കാലികം മാത്രമാണെന്ന് സാംകോ സെക്യൂരിറ്റീസിലെ അപൂർവ ഷെത്ത് പറയുന്നു. ഇന്ത്യൻ വിപണിയിൽ വെള്ളിയുടെ വില കിലോയ്ക്ക്
3.94 ലക്ഷം രൂപ വരെ ഉയർന്നേക്കാമെന്നാണ് അവരുടെ നിഗമനം. നിലവിൽ 2.89 ലക്ഷം രൂപയുള്ള വെള്ളി വരും നാളുകളിൽ റെക്കോർഡ് കുതിപ്പ് തുടരുമെന്ന് ടെക്നിക്കൽ സൂചനകളും വ്യക്തമാക്കുന്നു. അതേസമയം റിച്ച് ഡാഡ് പ്യൂർ ഡാഡ് രചയിതാവ് റോബർട്ട് കിയോസ്കി നിക്ഷേപകർക്ക് കർശന മുന്നറിയിപ്പാണ് നൽകുന്നത്. വെള്ളയിൽ ഏത് നിമിഷവും വലിയ തകർച്ച ഉണ്ടായേക്കാമെന്നും അദ്ദേഹം പറയുന്നു. സ്പെക്കുലേറ്റീവ് സെല്ലിംഗ് വിപണിയെ താഴേക്കെത്തിക്കുമെന്നും അതിനാൽ നിക്ഷേപകർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപിനെ കൊല്ലുമെന്ന ഇറാന്റെ പരസ്യ ഭീഷണി. ഇറാനിലെ കൊലപാതകങ്ങൾ നിലച്ചു, സൈനിക നീക്കമില്ലെന്ന സൂചനയുമായി ട്രംപ്. ഇത്തവണ ലക്ഷ്യം തെറ്റില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചോരയൊലിക്കുന്ന ചിത്രസഹിതം ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ പുറത്തുവിട്ട ഭീഷണിയാണിത്. കഴിഞ്ഞ ജൂലൈയിൽ പെൻസിൽവാനിയയിൽ നടന്ന വധശ്രമത്തിൽ ട്രംപിന് പരിക്കേറ്റ ചിത്രം കാണിച്ചാണ് ഇറാന്റെ ഈ പ്രകോപനം. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ ട്രംപ് പിന്തുണച്ചതാണ് ഇറാനെ ചൊടിപ്പിച്ചത്. പ്രക്ഷോഭകാരികളെ വധിച്ചാൽ ഇറാനെതിരെ കടുത്ത സൈനിക നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു മറുപടിയായാണ് അടുത്ത ബുള്ളറ്റ് ലക്ഷ്യം കാണുമെന്ന ഇറാൻ സ്റ്റേറ്റ് മീഡിയയുടെ പ്രതികരണം വന്നത്. ഇതിനിടെയാണ് ഇറാനിലേക്ക് സൈനിക നീക്കമെന്ന ട്രംപിന്റെ സൂചന വന്നത്. ഇത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നില്ല. മുൻകരുതൽ നടപടിയായി ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിൽ നിന്നും അമേരിക്കയും ബ്രിട്ടനും തങ്ങളുടെ ഉദ്യോഗസ്ഥരെ ഭാഗികമായി പിൻവലിച്ചു. ഇറാനിലെ ബ്രിട്ടീഷ് എംബസി താൽക്കാലികമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. വിമാനങ്ങൾ ഇറാൻ ആകാശപരിധി ഒഴിവാക്കി പറക്കാനും തുടങ്ങി. അതേസമയം ഇറാനിൽ കൊലപാതകങ്ങൾ നിലച്ചുവെന്ന ട്രംപിന്റെ പ്രസ്താവന സംഘർഷാവസ്ഥ കുറയ്ക്കും. എണ്ണവില വലിയ തോതിൽ കുതിക്കുന്നതും ഇത് തടഞ്ഞേക്കാം. എന്നാൽ ട്രംപിന്റെ അവകാശവാദം എത്രത്തോളം സത്യമാണെന്ന് വരും ദിവസങ്ങളിലേ വ്യക്തമാകൂ. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് 25% അധിക നികുതി ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ചൈനയ്ക്കും ഇന്ത്യക്കും വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. ഇറാനിലെ ജനങ്ങൾക്കുള്ള സഹായം ഉടൻ എത്തുമെന്ന് ആവർത്തിക്കുമ്പോഴും ഒരു യുദ്ധത്തിന് ട്രംപ് മുതിരുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇറാൻ അമേരിക്ക സംഘർഷം മുറുകിയാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. ഇത് ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലയെയും പണപ്പെരുപ്പത്തെയും നേരിട്ട് ബാധിക്കും. ആഗോള അനിശ്ചിതത്വം ഡോളർ ശക്തിപ്പെടാനും രൂപയുടെ മൂല്യം ഇടിയാനും കാരണമാകും. പ്രതിരോധ മേഖലയിലെ കമ്പനികളുടെ ഓഹരികളിൽ വലിയ ചലനങ്ങളും പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. രാവിലെ പവന് 600 രൂപ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചതിരിഞ്ഞ് 320 രൂപ കൂടി. 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 40 രൂപ കൂടി 13,165 രൂപയിലും പവന് 1,05,320 രൂപയിലുമാണ് വ്യാപാരം. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 30 രൂപ കൂടി 10,820 രൂപയിലാണ് വിൽപ്പന. വെള്ളിവിലയിലും വർധനവുണ്ട്. ഗ്രാമിന് 10 രൂപ ഉയർന്ന് 285 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഒടുവിൽ താരിഫിൽ ഒരു ചുവട് പിന്നോട്ട് വെച്ച് ട്രംപ്. റെയർ എർത്തിനും ക്രിട്ടിക്കൽ മിനറൽസിനും തൽക്കാലം നികുതിയില്ലെന്ന് പ്രഖ്യാപനം. ഭാരത് കോക്കിംഗ് കോൾ IPOയുടെ ലിസ്റ്റിംഗ് തീയതി നീട്ടി. ജനുവരി 16 നടക്കേണ്ട ഒരു ലിസ്റ്റിംഗ് 19 മാറ്റിവെച്ചത്. ആഗോള വിപണിയിൽ സ്വർണം ഇടിവിലേക്ക്. പിന്നിൽ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് മാറ്റമെന്ന റിപ്പോർട്ട്. ട്രംപിനെ കൊല്ലുമെന്ന് ഇറാന്റെ പരസ്യ ഭീഷണി. ഇറാനിലെ കൊലപാതകങ്ങൾ നിലച്ചു, സൈനിക നീക്കമില്ലെന്ന സൂചനയുമായി ട്രംപ്. ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ വിപണി കടുത്ത പ്രതിസന്ധിയിൽ. ഡിമാൻഡ് കുറഞ്ഞതും വില വർദ്ധിക്കുന്നതുമാണ് സ്മാർട്ട് ഫോൺ വിപണിയെ തളർത്തുന്നത്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.